ലെബനനിൽ നേർക്കുനേർ പോരാട്ടത്തിലാണ് ഇസ്രായേൽ സൈന്യവും ഹിസ്ബുള്ളയും. സിറിയയിലെ ഡമാസ്കസിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുള്ള തലവനായിരുന്ന ഹസൻ നസ്രല്ലയുടെ മരുമകൻ ജാഫർ അൽ ഖാസിർ കൊല്ലപ്പെട്ടെന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിൽ ഹസൻ നസ്രല്ല കൊല്ലപ്പെട്ടിരുന്നു. ഡമാസ്കസിലെ മാസെ ജില്ലയിലെ പാർപ്പിട സമുച്ചയം കേന്ദ്രീകരിച്ചായിരുന്നു ആക്രമണം. ജാഫറിനെ കൂടാതെ ലബനീസ് പൗരന്മാരും കൊല്ലപ്പെട്ടു. മധ്യ ബെയ്റൂട്ടിൽ ഇസ്രായേൽ സേനയുടെ ആക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെട്ടു. 7 പേർക്ക് പരിക്കേറ്റു. ഇസ്രായേലിന്റെ ആക്രമണങ്ങളെ തുടർന്ന് ഏകദേശം 1.2 ദശലക്ഷം ലബനീസ് ജനങ്ങൾക്ക് വാസസ്ഥലം നഷ്ടപ്പെട്ടെന്ന് ലബനീസ് പ്രധാനമന്ത്രി നജീബ് മിക്കാത്തി പറഞ്ഞു. ഹിസ്ബുള്ളയെ നേരിടാൻ ലബനനിലേക്ക് കരമാർഗം നുഴഞ്ഞുകയറാൻ ശ്രമിക്കുന്നതിനിടെ 8 സൈനികരെ ഇസ്രായേലിന് നഷ്ടപ്പെട്ടിരുന്നു. പിന്നാലെയാണ് ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചത്. അതിർത്തി പട്ടണമായ മറൂൺ എൽ റാസിന് സമീപം റോക്കറ്റുകൾ ഉപയോഗിച്ച് 3 ഇസ്രായേലി മെർക്കാവ ടാങ്കുകളെ നശിപ്പിച്ചതായി ഹിസ്ബുള്ള അറിയിച്ചു. ആക്രമണത്തിനിടെ 8 സൈനികർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സ്ഥിരീകരിച്ചു. ലെബനനിൽ കഴിഞ്ഞ 1 വർഷത്തിനിടെ ഇസ്രായേൽ നേരിട്ട ഏറ്റവും വലിയ ആൾനാശമാണിത്. കൂടുതൽ സൈനികർ ലെബനനിലേക്ക് നീങ്ങുന്ന സാഹചര്യത്തിൽ 24 ഗ്രാമങ്ങളിൽ നിന്നുകൂടി ജനങ്ങൾ ഒഴിഞ്ഞുപോകാൻ ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 2006 ശേഷം ഇതാദ്യമായാണ് ഇസ്രായേൽ സൈന്യവും ഹിസ്ബുള്ളയും നേർക്കുനേർ വെടിയുതിർക്കുന്നത്. 24 മണിക്കൂറിനുള്ളിൽ ഇസ്രായേൽ വ്യോമാക്രമണങ്ങളിൽ ലെബനനിൽ 50ഓളം പേർ കൊല്ലപ്പെട്ടെന്നാണ് വിവരം. ചൊവ്വാഴ്ച ഇറാൻ 200ഓളം മിസൈലുകൾ ഇസ്രായേലിന് നേരെ വിക്ഷേപിച്ചിരുന്നു. ഇറാനെതിരെ ശക്തമായി തിരിച്ചടിക്കാനാണ് ഇസ്രായേലിന്റെയും US-ന്റെയും തീരുമാനം. ലെബനൻ കരയാക്രമണത്തിന് പിന്നാലെ ഇസ്രായേലിന് നേരെ അതിശക്തമായ ആക്രമണം ഇറാൻ നടത്തിയിരുന്നു. ഇസ്രായേൽ തിരിച്ചടിക്കാൻ ശ്രമിച്ചാൽ ആക്രമണം വ്യാപിപ്പിക്കുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ചൊവ്വാഴ്ച ഇറാന്റെ മിസൈൽ ആക്രമണങ്ങൾക്ക് മിനിറ്റുകൾക്ക് മുമ്പ് ടെൽ അവീവിലെ ജഫയിലുണ്ടായ വെടിവയ്പിൽ 7 പേരാണ് കൊല്ലപ്പെട്ടത്. 2 പലസ്തീൻ യുവാക്കളാണ് വെടിവയ്പ് നടത്തിയത്. അതിനിടെ ഡെൻമാർക്കിൽ കോപ്പൻഹേഗനിൽ ഇസ്രായേൽ എംബസിക്ക് സമീപം 2 സ്ഫോടനങ്ങൾ ഉണ്ടായ സംഭവത്തിൽ 3 പേർ കസ്റ്റഡിയിലായി. ഇറാനിലുള്ള ഇന്ത്യൻ പൗരന്മാരോട് ജാഗ്രത പാലിക്കാനും അത്യാവശ്യമില്ലാത്ത യാത്രകൾ ഒഴിവാക്കാനും വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശം നൽകി. ഗൾഫ് രാജ്യങ്ങളിലടക്കം മധ്യപൂർവ്വ ദേശത്ത് വിമാന സർവീസുകൾ തടസ്സപ്പെട്ടു. മിഡിൽ ഈസ്റ്റിൽ യുദ്ധ സാഹചര്യം നിലനിൽക്കെ ഇസ്രായേലിന് പിന്തുണയേകാൻ അതിപ്രഹരശേഷിയുള്ള യുദ്ധക്കപ്പൽ അയച്ചിരിക്കുകയാണ് അമേരിക്ക. ഇസ്രായേലിലേക്ക് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് അമേരിക്കയുടെ നിർണായക നീക്കം. ഇറാന്റെ ആക്രമണം പ്രതിരോധിക്കുന്നതിന് വേണ്ടിയാണ് മേഖലയിൽ അമേരിക്ക കപ്പൽ വിന്യസിക്കുന്നത്. അമേരിക്കയുടെ 2ാമത്തെ യുദ്ധക്കപ്പലാണ് പ്രദേശത്ത് വിന്യസിക്കുന്നത് എന്നതാണ് റിപ്പോർട്ട്.